നമ്മൾ ഒരു മാസം മുമ്പ് കറിവേപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് ഏകദേശം 6 ലക്ഷത്തോളം പേരാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കണ്ടത്. നിരവധി ക്വയറീസ് ആണ് എനിക്ക് വന്നത്. ഒരുപാട് പേർക്ക് ഞാൻ മറുപടി കൊടുത്തു. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ കോമൺ ആയതുകൊണ്ട് മറ്റൊരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് കരുതി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തണുപ്പ് രാജ്യങ്ങളിൽ ഇത് പുറത്ത് പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും വിൻഡോ സൈഡിൽ വെച്ച് കൊടുക്കുക. ഇത് ഈസ്റ്റ് ഫേസിങ്ങോ വെസ്റ്റ് ഫേസിങ്ങോ ആയിട്ടുള്ള വിൻഡോസ് ആണെങ്കിൽ അതായിരിക്കും കൂടുതൽ അനുയോജ്യം എന്ന് പറയുന്നത്. ഏകദേശം 5 മുതൽ 6 മണിക്കൂർ വരെങ്കിലും മിനിമം സൺലൈറ്റ് ഈ കറിവേപ്പുകൾക്ക് കിട്ടും. എല്ലാ രാജ്യങ്ങളിലും ലീഗലി നമുക്ക് കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വേരിൽ നിന്ന് കിളിച്ച് വരുന്ന കറിവേപ്പിലിനെ കൊണ്ടുവരിക. കാരണം കുരുവിട്ട് വളർന്ന കറിവേപ്പ് സർവൈവ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. കുറച്ച് തൈകളോട് ഉണ്ടായി വരുന്നുണ്ടോ, ഏതുതരം സോയിലാണ് അല്ലെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യകതയെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വിന്റർ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കാറില്ല. നമ്മൾ ഹോളിഡേയ്സ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വീടിനകത്തൊരു 20-21 ഡിഗ്രി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഹീറ്റിംഗ് ഓഫ് ചെയ്ത് കൊടുക്കാറില്ല. കറിവേപ്പ് മുറിച്ച് കൊടുക്കുമ്പം 2 തണ്ടുകളുള്ളടത്ത് മുറിച്ച് കൊടുക്കുക. അപ്പം 2 ഇടത്തുനിന്നും പുതുതായിട്ട് മുളകൾ പൊട്ടി വരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ കറിവേപ്പിനെ ഒരിക്കലും മറ്റു ചെടികളുടെ ഒപ്പം കൊണ്ടുവന്ന് വളർത്താൻ പാടില്ല. കാരണം എന്തെങ്കിലും അസുഖങ്ങൾ ആ ചെടിക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കറിവേപ്പിനും അത് പിടിക്കുന്നതാണ്. വെട്ടമില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ ഗ്രോ ലൈറ്റ് ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. പിന്നെ നാട്ടിൽ നിന്ന് തൈ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആ തൈ ഒന്ന് മാറ്റി നട്ടിട്ട് 1 മാസം ഒന്ന് മാറ്റി നട്ടിട്ട് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇന്നത്തെ വീഡിയോ കാണാത്തവർ അതുകൂടെ കാണുക. ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഫോർട്ട്നൈറ്റ്ലി നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത കഞ്ഞിവെള്ളവും ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. വളരെ നേർപ്പിച്ച് വേണം ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ മുട്ടത്തോടൊക്കെ അധികം വാരി ഇടാൻ പാടില്ല. കാരണം സോയിലിനെ കൂടുതൽ ആൽക്കലിക്കാക്കി മാറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ